പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ മരം മുറിക്കുന്നതിനിടെ തൊഴിലാളിയുടെ കൈ മരത്തിൽ കുടുങ്ങി. ആഞ്ഞിലി മരത്തിന്റെയും ആൽമരത്തിനും ഇടയിലാണ് കൈ കുടുങ്ങിയത്. ശിഖരത്തിൽ കുടുങ്ങിയ രാധാകൃഷ്ണൻ എന്നയാളുടെ കൈ അഗ്നിരക്ഷാസേന സാഹസികമായി പുറത്തെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, ഒരുപക്ഷെ ഒരു ഗുരുതരമായ അപകടമാണ്. ഇപ്പോൾ എന്താണ് ഇയാളുടെ ആരോഗ്യാവസ്ഥ? വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ മരം മുറിക്കാൻ എത്തിയതായിരുന്നു. ഈ മരത്തിന്റെ ശിഖരം മുറിക്കാൻ എത്തിയതായിരുന്നു. ആഞ്ഞിലി മരമായിരുന്നു. അത് ഒറ്റ ശിഖരമുള്ള ആഞ്ഞിലി മരമാണ്. അത് മുറിക്കുന്നതിനിടെ ഈ ശിഖരം മുറിക്കുന്നതിനിടെ തൊട്ടടുത്തുള്ള ഈ ആഞ്ഞിലി മരത്തിലേക്ക് അതിന്റെ ഇടയിൽ കൈവിട്ടു പോവുകയായിരുന്നു. തുടർന്ന് പെട്ടെന്ന് ഇയാൾ നിലവിളി കേട്ട് സ്ഥലത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അഗ്നിരക്ഷാസേനയെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തി സാഹസ്യമായാണ് ഇയാളുടെ കൈ പുറത്തെടുത്തതും താഴേക്ക് എത്തിച്ചതും. ഇത് ഏറെ മുകളിലായിരുന്നു ഈ തൊഴിലാളി ഉണ്ടായിരുന്നത്. ലാഡർ വെച്ച് മുകളിലേക്ക് കയറി ആദ്യം ഇയാളെ താഴേക്ക് വീഴെ സുരക്ഷിതമായി നിർത്തി. അതിനുശേഷം ഈ ശിഖരം കട്ട് ചെയ്ത് താഴേക്ക് എത്തിക്കുകയായിരുന്നു. നെറ്റിലാണ് ഈ തൊഴിലാളിയെ താഴേക്ക് എത്തിച്ചത്. അതിനുശേഷം 108 ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കൈക്കാണ് പരിക്ക്, കാര്യമായി പരിക്ക് ഏറ്റിട്ടുള്ളത്. മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രി എത്തിച്ചപ്പോൾ ആരോഗ്യനിലയിൽ മാറ്റമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സമയത്തെല്ലാം പ്രതിപക്ഷ നേതാവ് ഈ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നു. വളരെ സാഹസികമായാണ് ഫയർഫോഴ്സ് ഇദ്ദേഹത്തെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ എല്ലാം അദ്ദേഹം വസതിയിലേക്ക് വിളിച്ചു വരുത്തി അഭിനന്ദിച്ച ശേഷമാണ് പറഞ്ഞയച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ബിനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.